ശക്തമാകുമ്പോൾ പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി വേണ്ടെന്ന് CPI നിലപാടെടുക്കുന്നു. അനുമതി റദ്ദാക്കണമെന്ന് ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടാൻ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമുണ്ടായി. ഇതിനായി സംസ്ഥാന നേതൃത്വത്തെ ഇന്നത്തെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആലപ്പുഴയിലാണ് നിർണായകമായി ഈ യോഗം ചേർന്നത്. VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇക്കാര്യത്തിൽ ബ്രൂവറി വിഷയത്തിൽ CPIയിൽ നിന്നുണ്ടാകുന്നത്. CPIയും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നതായിരുന്നു CPM ഇതുവരെ സ്വീകരിച്ച നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമല്ലേ CPIയുടെ നിലപാട്? എന്താണ് CPI യോഗത്തിലുണ്ടായ തീരുമാനം? തീർച്ചയായിട്ടും CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് CPI ഇപ്പോൾ കടക്കുന്നത്. CPIക്ക് ഇതിലൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ തെറ്റുപറ്റി എന്നവർ പാർട്ടിക്കുള്ളിലെങ്കിലും സമ്മതിക്കുകയാണ്. കാരണം ഇടതുമുന്നണി ഇതിനോട് പങ്കെടുക്കുന്ന K. രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുത്ത മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. മന്ത്രിമാർ ആരും അതിനെ കാര്യമായി എതിർത്തില്ല. P. പ്രസാദ് മാത്രമാണ് ഇതിൽ സംശയങ്ങൾ ഉന്നയിച്ചത്. പക്ഷെ അതിന് മന്ത്രി MP രാജേഷ് തന്നെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല, ക്ഷാമം ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകി. കൂടുതൽ ചർച്ചകൾ ഉണ്ടായതുമില്ല. മന്ത്രി MP രാജേഷ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ML സ്മാരകർ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ബിനോയ് വിശ്വ ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആശങ്ക, ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പറയുന്ന ആശങ്ക ആ ഘട്ടത്തിൽ ഉന്നയിച്ചില്ല. പിന്നീടാണ് ഇത് കൂടുതൽ വിവാദമായി മാറുന്നത്. അവിടെയാണ് വലിയ രീതിയിൽ ജലചൂഷണം നടന്നേക്കാം, വലിയ രീതിയിൽ ജലത്തിന്റെ ആവശ്യം വരുത്തുന്ന കാര്യങ്ങളിലേക്ക് വരുന്നത്. CPI ഇതുവരെ എടുത്തുപോകുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ എടുത്തുപോകുന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായി ഇത് മാറും എന്ന വിമർശനമാണ് CPIയുടെ എക്സിക്യൂട്ടീവ് ഉയർത്തുന്നത്. അപ്പോഴാണ് ഈ ഒരു സ്വയം വിമർശനം സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയത്. അനുമതി നൽകണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ പ്രശ്നമുണ്ടോ എന്ന് മന്ത്രിമാർ തന്നോട് ചോദിച്ചിരുന്നു. പ്രശ്നമില്ലെന്ന് മറുപടി പറയുകയും ചെയ്തു. ഇതാണ് മന്ത്രിമാർ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ കാരണമെന്ന് ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിശദീകരിച്ചു. തെറ്റുതിരുത്താൻ തയ്യാറെടുക്കുകയാണ് CPI. ബ്രൂവറി അനുമതി റദ്ദാക്കണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ CPI ആവശ്യപ്പെടും. ഒരുപക്ഷെ അതിനു മുമ്പ് CPI നേതൃത്വത്തോടും അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടേക്കാം. കുടിവെള്ള പ്രശ്നത്തെ അവഗണിക്കാനാകില്ല ഒരു പൊതുവികാരമാണ് CPIയുടെ ആലപ്പുഴയിൽ നിന്ന് സംസ്ഥാന യോഗത്തിലുണ്ടായത്. ഈ പ്രശ്നത്തിന്റെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സ്വയം വിമർശനപരമായ സമീപനമാണ് CPI എക്സിക്യൂട്ടീവിൽ നേതൃത്വം സ്വീകരിച്ചത്. അരുണ, ഇത് സർക്കാരും CPI നേതൃത്വവും ഇതുവരെ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതല്ലേ ഈ CPIയുടെ നീക്കം? എത്ര കണ്ട് CPIയുടെ നീക്കത്തെ മുന്നണി യോഗത്തിൽ CPMന് അവഗണിക്കാൻ കഴിയും? അത്ര എളുപ്പം CPI അവഗണിക്കാൻ കഴിയില്ല. കാരണം ഇത് പൊതുവിലൊരു വിമർശനം ഉയർന്നു വരുന്ന പ്രശ്നമാണ്. CPIയുടെ പ്രാദേശിക നേതൃത്വം, CPIയുടെ ജില്ലാ നേതൃത്വം കടുത്ത അതൃപ്തിയാണ് വിഷയത്തിൽ ഉന്നയിച്ചത്. ഇതുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നേരത്തെ സംസ്ഥാന നേതൃത്വത്തെ അവർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. CPI ഇത് പറയുമ്പോൾ CPMനും അത് അവഗണിക്കുക എളുപ്പമല്ല. കാരണം പ്രതിപക്ഷത്തെ എതിർപ്പുകൾ ആ രീതിയിൽ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയും. പക്ഷേ മുന്നണിക്കുള്ളിൽ തന്നെ മുന്നണി പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെ ഇത്തരമൊരു എതിർപ്പ് ഉയർത്തുമ്പോൾ അത്ര എളുപ്പം ഇത് മറികടന്നു പോകാൻ CPIക്ക് കഴിയില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ CPI നേതൃത്വത്തെ മറികടന്ന് CPM മുന്നോട്ട് പോയാൽ വികസന വിരോധികളല്ല, വികസനത്തെ എതിർക്കുന്നവരല്ല CPI നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴയിൽ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ വികസനത്തിനപ്പുറം പാരിസ്ഥിതിക വിഷയങ്ങളിൽ CPI സ്വീകരിച്ചു പോകുന്ന നയസമീപനങ്ങളുണ്ട്, അവരുടെ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതിനെ മറികടക്കുന്ന അതിനെ ഘടകവിരുദ്ധമായ സമീപനം ഇത് സ്വീകരിക്കേണ്ടി വരുന്നതാണ് CPI കുഴയ്ക്കുന്നത്. ഇത് മുന്നണി വലിയ പ്രശ്നമായി മാറിയേക്കാം. ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയാൽ CPI ഒരുപക്ഷെ തുറന്നു എതിർക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പാലക്കാട് ജില്ലാ നേതൃത്വം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിനും അവർക്കൊപ്പം നിൽക്കേണ്ടി വരും. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് ഉന്നയിക്കുമ്പോഴും ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിനും സർക്കാരിനും തികഞ്ഞ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് മുന്നണിക്കകത്തൊരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നതായിരുന്നു അവരുടെ വിലയിരുത്തൽ. പക്ഷേ CPI ഇത്തരമൊരു നിലപാടെടുത്തെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കകൾക്കൊപ്പം CPIയും കൂടി പങ്കുചേരുമ്പോൾ ബ്രൂവറി വിഷയത്തിൽ പുനഃപരിശോധന ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടി ഉയരുകയാണ്. നാളത്തെ ഒരു ദിവസം, പകൽ ദിനം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചയാവുക ഈ ബ്രൂവറി വിവാദത്തിന്റെ തുടർനീക്കങ്ങൾ തന്നെയാണ്. ഇടതുമുന്നണിയിൽ തന്നെ ഭിന്നത എന്നതാണ് ഇക്കാര്യത്തിൽ പരസ്യമാവുന്ന നീക്കം. അടുത്ത ഇടതുമുന്നണി യോഗം ഇക്കാര്യത്തിൽ നിർണായകമാവുകയും ചെയ്യും.